സങ്കീർത്തനം 106:8. എന്നിട്ടും അവൻ തൻ്റെ മഹാശക്തി വെളിപ്പെടുത്തേണ്ടതിന് തൻ്റെ നാമം നിമിത്തം അവരെ രക്ഷിച്ചു. ദൈവശക്തിയെ ആർക്ക് അളക്കാനാകും? ഒന്നുമില്ലായ്മയിൽ നിന്നും സകലത്തെയും ഉള്ളതിനെപ്പോലെ പേർ ചൊല്ലി വിളിച്ചു വരുത്തിയവനാണ് ദൈവം. സർവപ്രപഞ്ചത്തെയും നിയന്ത്രിക്കുന്നവനായ ദൈവത്തിന് അസാധ്യമെന്ന് ഒന്നില്ല. ആ അത്ഭുത ശക്തിയുടെ ഒരു കണിക പോലും നമുക്ക് ചിന്തിക്കാവുന്നതിനേക്കാൾ വലുതാണ്. ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചപ്പോൾ അവർ ആ മഹാശക്തിയുടെ പ്രദർശനം കണ്ടു. തൻ്റെ ജനത്തിന് വരുന്ന ഏതു കഷ്ടത്തിൽ നിന്നും അനർത്ഥത്തിൽ നിന്നും അവരെ രക്ഷിക്കാൻ ദൈവശക്തിക്ക് കഴിയും. അത് നിമിഷ നേരം കൊണ്ട് ശത്രു സൈന്യത്തെ തകർത്തു കളയാൻ മതിയായതാണ്. കടലിനെ വിഭാഗിക്കാനും നദിയുടെ കുത്തൊഴുക്കിനെ തടയാനും തീയുടെ ബലം കെടുത്താനും സിംഹങ്ങളുടെ വായടയ്ക്കാനും കഴിയുന്നതാണ്. മനുഷ്യ ചരിത്രത്തിൽ ഒട്ടനവധി തവണ തൻ്റെ ശക്തിയുടെ മഹത്വം ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം നീതിയോടെ മാത്രമേ തൻ്റെ ശക്തിയെ പ്രദർശിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് മനുഷ്യനെ മുഴുവൻ അടിമപ്പെടുത്തിയിരുന്ന പാപത്തിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ തൻ്റെ ഏകജാതനായ പുത്രൻ ക്രൂശിൽ യാഗമായത്. നരകത്തിൻ്റെ ചങ്ങലകളെ പൊട്ടിച്ച് മരണാധികാരിയായ പിശാചിനെ നീക്കുവാൻ അവിടുന്ന് മരണം വരിച്ചത്. ക്രിസ്തുവിൻ്റെ മരണം പോലും ദൈവശക്തിയുടെ പ്രദർശനമാണ്. ഒരു നാളും സാധ്യമല്ല എന്ന് വിധിയെഴുതിയ മനുഷ്യൻ്റെ നിത്യരക്ഷയ്ക്ക് അത് കാരണമായി. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച നമ്മുടെ ഏതു വലിയ പ്രതിസന്ധികളും ദൈവശക്തിക്ക് മുന്നിൽ വെറും നിസ്സാരമാണ്. അനുദിനം നാം നേരിടുന്ന സകല പ്രതികൂലങ്ങളെയും അതിജീവിച്ച് മുന്നേറി ചെല്ലാൻ ദൈവശക്തിയാൽ ദൈവം നമ്മെ നിറയ്ക്കുന്നു. അത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.